ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് പബ്ലിക്കായിട്ട് ആ പോസ്റ്റ് ഇടുവാന്ന് വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? അവന് റീച്ച് ഉണ്ടാക്കും. ആ കൊച്ചിനെ സമൂഹത്തിൽ മാനം കെടുത്തു എന്നുള്ള ഒറ്റ ഉദ്ദേശമായിരിക്കും അയാൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ കൊച്ചിന്റെ ജീവിതം പോയില്ലേ. അപ്പൊ നമ്മുടെ ബിമൽ ബിനുവിന്റെ ആ ഒരു വിഷയം, സദാചാരം പഠിപ്പിക്കാൻ വന്നൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തു വെച്ചു. പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ പോകുന്നു, തിരിച്ചു വരുന്ന വഴിക്ക് പുള്ളിക്കാരൻ വയ്യാണ്ടാവുന്നു. പുള്ളിക്കാരൻ കാറ് റോഡ് സൈഡിൽ നിർത്തിയിടുന്നു, വൈഫുണ്ട് കൂടെ. പക്ഷേ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് അവിടെ എന്തൊക്കെയോ ഏതാണ്ടൊക്കെ നടക്കുന്നു, കാറിനകത്തൊന്നും പറഞ്ഞ് വിഷയം ഉണ്ടാക്കുന്നു. അപ്പൊ സദാചാരം പഠിപ്പിക്കുന്നു എന്നുള്ള രീതിക്ക് ഈ ഒരു വീഡിയോ പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരന്റെ ഇൻസ്റ്റാ വഴി ഷെയർ ചെയ്യുന്നു. ആൾക്കാർ എടുത്തിട്ട് ഈ പെൺകുട്ടിയെ ഇതേപോലെ റിയാക്ട് ചെയ്യുന്നു, പെൺകുട്ടിയെ വിമർശിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാനും ഒരു വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഇപ്പം ഈ സംഭവം വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ പെൺകുട്ടി ഉത്തര എന്നാണ് പേര്, ഉത്തര രംഗത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് പറയാനുള്ള അവരുടെ ഒരു വശം പറയാനുണ്ടായിരിക്കും. ഏതൊരു വിഷയമാണെങ്കിലും രണ്ടുപേർക്കും 2 വശങ്ങൾ പറയാനുണ്ടായിരിക്കും. സോ ഉത്തരയുടെ ഭാഗമാണ് പറയുന്നത്. അപ്പൊ നാട്ടുകാരൊക്കെ സപ്പോർട്ട് ഉണ്ട്, ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടി വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടിക്ക് പറയാനുള്ള ഭാഗങ്ങളെ കുറിച്ച് ഞാൻ ജസ്റ്റ് കാണിക്കാം. അതിനു മുൻപായിട്ട് ഈ ചേച്ചി പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. ചേച്ചി ഒരു കാര്യം പറഞ്ഞു, ആ കുട്ടിയുടെ ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതായത് ആ കുട്ടിക്ക് മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കി കാണും. ഇതുപോലെ ആ കുട്ടിയുടെ വീഡിയോ പ്രചരിക്കുന്നു, അത് പുറത്തോട്ട് പോകുന്നു, ആളുകൾ റിയാക്ട് ചെയ്യുന്നു, മോശമായിട്ട് കമന്റ് ചെയ്യുന്നു. അപ്പൊ ഉറപ്പായിട്ടും വിഷമം ഉണ്ടാകും. ആ കുട്ടി ഡൗൺ ആയി പോയിട്ടുണ്ടാവും. അതിനർത്ഥം കുട്ടിയുടെ ലൈഫ് പോയി, കുട്ടിക്ക് ഇനി ലൈഫ് ഇല്ല, കുട്ടി ഇനി പോയിട്ട് ആത്മഹത്യ ചെയ്യണം, അങ്ങനെയൊന്നും അർത്ഥമല്ല. അങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ആ രീതിക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഉത്തരയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. സത്യത്തില് സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത്. വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ വഴിയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. അപ്പം ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു. അത് ചോദിച്ചതേ ഉള്ളൂ. അതിനകത്തിരുന്ന ആള് പുറത്തോട്ടിറങ്ങി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് കണ്ടതെന്നുള്ള രീതിക്കായിരുന്നു എന്നോട്. എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ളൊരു രീതിക്കാണ് ഞാനത് കണ്ടത്. അപ്പം ആ കണ്ട കാര്യം എനിക്ക് പറയാൻ ഒരു ചമ്മലുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കണ്ടത്, എന്തിനാണ് വണ്ടി ഇവിടെ ഇട്ടിരുന്നത് എന്ന് ചോദിച്ചത്. ഇത്രയും ചോദിച്ചതേ ഉള്ളൂ. എന്റെ അനുവാദം കൂടാതെ എന്റെ വീഡിയോ പരസ്യമാക്കി ഇത്രയും പ്രചരിപ്പിച്ച് എന്നെ കൊണ്ട് മാക്സിമം സൈബർ ബുള്ളിങ് എന്നെ ഇതാക്കി. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ബിമൽ ബിനു അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, അതിനകത്തുള്ള ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയില്ല ആക്ച്വലി എന്താണ് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഒരു വീഡിയോ എടുക്കുന്നതിന് മുൻപായിട്ട് പലതും അവിടെ സംഭവിച്ചിരിക്കുമല്ലോ. അപ്പൊ ആരുടെ ഭാഗമാണ് ശരി, ആരുടെ ഭാഗമാണ് തെറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് ബിമൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ പെൺകുട്ടിയുടെ പെർമിഷൻ ഇല്ലാണ്ട് അവരുടെ വീഡിയോ എടുക്കുന്നു, അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു ശരികേട് ഭയങ്കരമായിട്ട് കാണാനുണ്ട്. ആ പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ല, അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ആരെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, അത് സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പൊ നമുക്ക് ആശയ തർക്കങ്ങൾ ഉണ്ടായിരിക്കും, വഴക്കുണ്ടായിരിക്കും. ആ വഴക്കൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നു. എന്നിട്ടും ആ ഷൂട്ട് ചെയ്തിട്ട് അത് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യത്തോടൊന്നും യോജിക്കാൻ പറ്റില്ല. സോ ഇതിനകത്ത് ഈ പറയുന്ന ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആലോചിക്കുന്ന സമയത്താണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ് ഈ കുട്ടി ചിന്തിച്ചൊരു കാര്യം. അതായത് ഇപ്പൊ എന്റെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിലോട്ടുള്ള വഴിയുടെ ഭാഗത്തായിട്ട് ഒരു കാറ് കുറച്ച് സമയമായിട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പോയി നോക്കും, ആരാണെന്ന് നോക്കും. അത് എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ നോക്കിയിരിക്കും. അല്ലാണ്ട് അതിലാരെങ്കിലും പൊക്കോട്ടെ എന്നൊന്നും പറയില്ല. അപ്പൊ ഞാനും പോയി നോക്കും, ആരാണെന്ന് നോക്കും. അല്ലെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾ കാണുന്നു, എന്താ സംഭവം, എന്താ ഇവിടെ കാർ നിർത്തിയെന്ന് ചോദിക്കും. അതേ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയും കാണിച്ചതെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല അവർ ജീവിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇതുപോലെ ലൈക്ക് ഈ ബിമലിനെ പോലെയല്ല പറയുന്നത്, പക്ഷേ സംശയാസ്പദമായിട്ടുള്ള രീതിക്ക് ഇത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണാറുണ്ട്. പലതരം നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് പലരും വരാറുണ്ടെന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, നാട്ടുകാരും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ഏരിയ ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏരിയ ആവുമ്പോൾ തീർച്ചയായിട്ടും ആ ഏരിയയിലുള്ളവരൊക്കെ അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ നോട്ട് ചെയ്യും, ചോദിക്കും, അന്വേഷിക്കും. അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ആ പെൺകുട്ടി അന്വേഷിച്ചു, അല്ലെങ്കിൽ എന്താ നിങ്ങൾ കാർ നിർത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു എന്ന് പറയുന്നതിനകത്ത് ഞാൻ പേഴ്സണലി ഇപ്പൊ നോക്കുമ്പോൾ ഒരു തെറ്റും കാണുന്നില്ല. അപ്പൊ എന്റെ വീട്ടുമുറ്റത്ത് ഇതേപോലെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഞാനും ചോദിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്ന പോലെ തന്നെ
ഇവര് ഈ പറഞ്ഞ വീഡിയോ ചോദിക്കാണ്ട് അനുവാദമില്ലാണ്ട് എടുത്ത് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വ്യക്തതയില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുൻപായിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നാണ്. അത് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ബിമൽ ചാടി കയറി ഒരു വിഷയം കിട്ടിയെന്നും പറഞ്ഞ് അതിന്റെ മെക്കെട്ട് കയറിയതാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ചില ആൾക്കാരുണ്ടായിരിക്കും വെറുതെ ഒരു അനാവശ്യമായിട്ടൊരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതുമേ പിടിച്ചു കയറിയിട്ട് അത് വലിയ സീനാക്കി മാറ്റും. അപ്പൊ അതുപോലെ സീനാക്കി മാറ്റിയതാണോ എന്ന് അറിയില്ല. അപ്പൊ ആ പെൺകുട്ടി പറയുന്നുണ്ട് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് തൊട്ടാണ് അവർക്ക് ഈ പറയുന്ന പോലെ ദേഷ്യപ്പെടേണ്ട അവസ്ഥ വന്നത് എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അത് അവരുടെ അവസ്ഥയായിരിക്കും. എന്തായാലും ശരി, ആൾക്കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടോ എന്ന് കേട്ട് നോക്കാം. അപമാനിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ളത് ആൾ എന്നോട് പറഞ്ഞില്ല. ആള് വീഡിയോയ്ക്ക് ലാസ്റ്റ് സോഷ്യൽ മീഡിയയോട് മാത്രമാണ് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള കാര്യം. എന്നോട് പറഞ്ഞില്ല. വീടിന്റെ വഴിയിൽ എന്തിനാണ്, വീടിന്റെ മുൻവശം ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു. അതെനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ചോദിച്ചു വീടിന്റെ വഴിയിൽ എന്തിനാണ് വണ്ടി കൊണ്ടിട്ടിരിക്കുന്നത്, ഇതിനകത്ത് എന്തുവാന്ന് ഞാൻ ചോദിച്ചു. അത് പറഞ്ഞതിനാണ് ആൾ ഇത്രയും റഷായിട്ട് എന്നോട് ബിഹേവ് ചെയ്ത് എൻ്റെ അനുവാദം കൂടാതെ എൻ്റെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിപ്പിച്ച് എനിക്കൊരു ഇതായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത്. ഇപ്പം എനിക്കിതൊരു കാരണം ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ ഇതിനകത്ത് പുള്ളിക്കാരൻ അത് കൂടെ നിൽക്കുന്നത് വൈഫാന്നോ പുള്ളിക്കാരൻ ഹസ്ബൻഡാന്നൊന്നും പറയുന്നില്ല. ആക്ച്വലി പറയാനുള്ള ഒരു സാവകാശം അയാൾക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ പറയാമായിരുന്നു. അതായത് ഓപ്പോസിറ്റ് നിന്ന് ഒന്നുമേ അറിയാണ്ട് ഒരാൾ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതെന്റെ വൈഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ അത് വൈഫാണെന്ന് ക്ലാരിറ്റി കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്താണ് ഈ കാര്യം നടക്കുന്നതെങ്കിൽ എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടുമുറ്റത്താണ് അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള വഴിയാണ് ഒരാൾ കാർ നിർത്തി വെച്ചതെങ്കിൽ ഞാൻ പോയി ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ എന്നെ ഷൗട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതെന്റെ വൈഫാണ്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമല്ല. നമ്മൾ മറ്റുള്ളവരുടെ സ്ഥലത്ത് പോയി നിൽക്കുവാണ്, മറ്റൊരു ഏരിയ ആണ്. അവിടുത്തെ ജീവിക്കുന്ന ആൾക്കാരുടെ സ്വഭാവ രീതി പലതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രശ്നങ്ങൾ ഇല്ലാണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ ഇത് വൈഫാണെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ അതിൽ ക്ലാരിറ്റി കൊടുക്കാൻ പോലും നിന്നില്ല എന്ന് പറയുന്നത് അതും ശരിക്കേടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സദാചാരത്തിന്റെ ഇഷ്യൂ ഒന്നല്ല. ഇതിനകത്തൊക്കെ കുറച്ച് ലോജിക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ശരികളുണ്ട്. പക്ഷെ ആ പെൺകുട്ടി കണ്ടു എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഇല്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള രണ്ടു പേർക്ക് എന്തിനാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കാറൊക്കെ നിർത്തിയിട്ട് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിലൊക്കെ ഏർപ്പെടേണ്ട കാര്യമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ അതേസമയം തന്നെ ഈ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലൊക്കെ ഓക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തെറ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയുടെ അവസ്ഥ കൊണ്ടാണ് ഈ പെൺകുട്ടി ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ വന്ന് ചെയ്തിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് പറയുന്നത് ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പൊ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നമ്മളാണെങ്കിൽ എന്ന് ചിന്തിച്ചാൽ പോലും, ഇപ്പൊ ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും. എന്റെ വീട്ടുമുറ്റത്തോ വീടിന്റെ മുറ്റത്തേക്കുള്ള വഴിക്കോ കാര്യങ്ങൾ കൊണ്ടുവന്ന് കാറൊക്കെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും. അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നമ്മളാണെന്ന് ചിന്തിച്ചാൽ പലതിനുള്ള ഉത്തരങ്ങളും നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഉത്തരങ്ങൾ കിട്ടുന്ന അത്രയ്ക്ക് നിസ്സാരമായിട്ട് കാണേണ്ട പല കാര്യങ്ങളെയുമാണ് വളച്ചൊടിച്ച് വലിയ രീതിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ബിമൽ ബിനു എന്തുകൊണ്ട് ക്ലാരിറ്റി കൊടുത്തില്ല, അല്ലെങ്കിൽ ബിമൽ ബിനു ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയമൊക്കെ നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ് 2 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാന്ന് ഉറപ്പാണ്, അല്ലാണ്ട് മറ്റൊന്നിനും അല്ല. പക്ഷെ 2 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് എന്തിനാണ് കഴിഞ്ഞപ്പോ ഒരു പ്രശ്നത്തെ ഇത്ര ഊതിപ്പെരിപ്പിച്ച് സമൂഹത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തെന്നുള്ളൊരു ചോദ്യമായിട്ട് കിടക്കുന്നുണ്ട്. അതും ഒരു പെൺകുട്ടിയാണ്, അവർക്ക് മാനസികാവസ്ഥകളുണ്ട്, അവരവരുടെ നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്ത കാര്യമായിരിക്കും. അപ്പൊ ആ പെൺകുട്ടി പലതും പറയുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ ഫീൽ ചെയ്യുന്നത്. സോ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് പല ശരികളുണ്ട്, ഉത്തരം പറയുന്ന പല കാര്യങ്ങളും ഓക്കെ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് ബിമലിന്റെ ഭാഗത്തുള്ള തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒന്ന് ഭാര്യയാണ് കൂടെ ഉള്ളതെന്ന് ക്ലാരിറ്റി കൊടുത്തില്ല, മറ്റൊരു സ്ഥലത്ത് പോയി പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നം തീർക്കാൻ എന്റെ വൈഫാണ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. ആ ഒരു ക്ലാരിറ്റി കൊടുത്തില്ല. മറ്റൊന്ന്, 2 ദിവസം വരേക്കും വെയിറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരന് സാവകാശം ഈ ഒരു വീഡിയോ ഇട്ട് നാട്ടുകാർക്കിടയിലേക്ക് ഈ പെൺകുട്ടിയെ എറിഞ്ഞു കൊടുത്തു. അതായത് പറഞ്ഞു തീർത്തൊരു വിഷയത്തെ വീണ്ടും മോദിപ്പെരിപ്പിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ 1-2 തെറ്റുകൾ കാണുന്നുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ഉത്തരയുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോലും ഞാനിപ്പോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.